നല്ല പാകമാണ്. ഇപ്പോൾ പൊട്ടിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. എണ്ണം കുറക്കുക, സമയം കുറക്കുക, പണികൾ കുറക്കുക, വിളവുകൾ കൂടുതലാക്കുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇത് നമ്മൾ കോഴികൾക്കും താറാവുകൾക്കും മീനുകൾക്കും കിളികൾക്കും ഒക്കെ കാൽസ്യം മുട്ടത്തോടാണ്ടോ. മുട്ടത്തോട് കാൽസ്യത്തിനേ ഒരുപാട് നല്ല പൈസ വില കമ്മിയായിട്ട് ഒരുപാട് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ സാധനം. എന്താ വെച്ചെങ്കിൽ നമുക്കിത് കിളികൾക്കും കോഴികൾക്കും താറാവുകൾക്കും ആടുകൾക്കും മീനുകൾക്കും ഒക്കെ കൊടുക്കാം കേട്ടോ. അത് പൊടിച്ചെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പലതും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ കൃഷികൾക്കിട്ട് ഉള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ചിലവ് കുറച്ചിട്ട് എങ്ങനെ പരമാവധി സാധനങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ച് സമയം അതേപോലെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, കൂടുതൽ വിളവെടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഇതാശം ഉണ്ടെന്നപ്പോൾ രാവിലെ നീച്ചിട്ട് കണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ തെങ്ങുകളും കിഴങ്ങുകളൊക്കെ ചോട്ടുകൂടെ ഇതുണ്ടോ മുട്ടത്തോട് നല്ല വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കാൽസ്യത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കാൽസ്യത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിനുള്ള ചെറിയൊരു നമുക്ക് ചിലവ് കുറച്ച് നമുക്ക് വെറുതെ കിട്ടുന്ന കുറേ സാധനങ്ങൾ നമ്മൾ കൊടുന്നിട്ട് കൊടുക്കണം കേട്ടോ. അത് നല്ലൊരു പരിപാടിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരുപാട് വളങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് ലാഭമല്ല നഷ്ടമാണെന്നൊക്കെ പറയണവരോട് അങ്ങനെ ചെറിയ പരിപാടികളോട് ചെയ്തിട്ട് കുറച്ച് ലാഭങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. മഴക്കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേനൽക്കാലത്ത് നമ്മളിത് പുതട്ട് കൊടുക്കും. ഇവിടെ കുറച്ച് കൂടുതൽ മണ്ണുണ്ടായിരുന്നു. നമ്മളെ വീട് പണിയൊക്കെ കുറച്ച് ചില്ലറ പണിയെടുത്തപ്പോഴേ അപ്പോൾ അതിൻ്റെ മണ്ണുകളൊക്കെയാണിത്. ഇതേപോലെ നമ്മൾ ഇതെടുക്കും കേട്ടോ, എന്താ പറയുക, വട്ടം കൂട്ടും. അതിലേക്ക് കുറേ വളങ്ങളും ചപ്പുകളും ചവറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തെങ്ങിനെ സംരക്ഷിക്കും. തെങ്ങെന്നല്ല, മഴക്കാലത്ത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വെറും മുട്ടത്തോട് മാത്രമല്ല കേട്ടോ, ഇത് ചായപ്പൊടിച്ചണ്ടിയാണ്. ചായ അതും ഇതേപോലെ ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അത് ചായപ്പൊടിച്ചണ്ടിയാണ്. അത് നല്ലൊരു വളമാണ് കേട്ടോ. നമ്മളെ പിന്നെന്താ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്നതിലൊക്കെ ഞാനത് ചേർക്കുന്നതാണ്. ഇത് നമ്മൾ കോഴികൾക്കും താറാവുകൾക്കും മീനുകൾക്കും കിളികൾക്കും ഒക്കെ കാൽസ്യത്തിന് വേണ്ടിയിട്ട് മുട്ടത്തോട് കൊടുന്നിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് നമ്മൾ അവർക്ക് കൊടുക്കും. ഇതെന്തിനാണ് തട വെച്ചെന്ന് വെച്ചാൽ നമുക്കേ പൂച്ചകളുണ്ട്. പൂച്ചകൾ ഇത് വന്നിട്ടേ മാന്തും. അതേപോലെ പെരിച്ചാഴി ഇവരൊക്കെ തിന്നേ മാന്തിയിട്ട് നമുക്ക് പണി തരണ്ട വെച്ചിട്ട് ആണിപ്പോൾ നമ്മളിതൊരു തട വെച്ചേക്കണം. നമ്മളെ തെങ്ങുകൾക്കും കിഴങ്ങുകൾക്കൊക്കെ കളച്ച് ഉള്ള ചപ്പും ചവറും ഒക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ വേണ്ട ഓരോന്നിനും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. എന്താണോ വളങ്ങളായിട്ട് കിടച്ചെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം നമ്മളൊന്ന് മിസ്സായതാണ്. അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് കായിട്ടതായിരുന്നു. അപ്പോഴത്തേനും പ്രാവശ്യത്തെ കഴിഞ്ഞ വേനലേ അടച്ച് പറ്റിയാവുന്നു. നനച്ചിട്ട് നമുക്ക് രക്ഷയുണ്ടായിരുന്നു. പിന്നെ പുതിയ ഇലകൾ വന്നേക്കാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് കായ കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ്. അതെന്തായാലും തീരുമാനമായിക്കണം കേട്ടോ. അത് കയ്യിൽ നിന്ന് പോയിക്കണം.
അതിനെ കൊത്തിന് മുറികളൊക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അതിന് മരുന്നൊക്കെ വെച്ച് കൊടുത്ത് നേരാവെന്ന് കരുതി. പക്ഷെ അത് തീറ്റ കൊടുക്കാനിട്ടേ വേറെ കിളി ഇതേപോലെ കൊത്തി കൊന്നിക്കാന്ന് തോന്നുന്നു കേട്ടോ. ഒക്കെ കൊഴിഞ്ഞേക്കണു. ഇന്നലെ രാവിലെ ഒന്നും പുറത്തേക്ക് കാണാനല്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് നോക്കി നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ ഒരെണ്ണം പോയി. നമ്മളെ തോട്ടത്തിൽ കൂടെ ഇപ്പോൾ ഫുള്ള് കോഴികളായിട്ടോ. ഇനി പുതിയ തൈകൾ വെക്കുമ്പോൾ നമുക്ക് ലക്ഷ്യം കാണുന്നൊക്കെ തോന്നുന്നില്ല. കണ്ടോ ഫോണുണ്ടോ? ഇതൊക്കെ വലിയൊരു സാധനം ആയതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മളെ കോഴിനെ കാട്ടാൻ വേണ്ടി പോയിക്കാണ്. ഞങ്ങൾ ചെറിയൊരു വിളവെടുക്കാൻ വേണ്ടി പോകട്ടെ. നമ്മളെ ദശ്മോൻ ഞങ്ങളേ നമ്മളെ തോട്ടത്തിൻ്റെ പ്രത്യേകത കേട്ടോ. നമ്മളെ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ കണ്ടോ അപ്പോൾ നമ്മളെ ആമിറ കണ്ടച്ച് നേരല്ല ഓനക്ക് ഞങ്ങൾ പിന്നാലെ ഓടി വരികയാണ് പൊട്ടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. ഇത് പിടിച്ച് ഇങ്ങനെ പിടിച്ചു ഞങ്ങളിങ്ങനെ തരാം. ഇതാണ്ടോ നല്ല വലുപ്പമുള്ള കോവലകളാട്ടോ. കോവക്കണ്ടോ ഏകദേശം 3 ഇഞ്ചോളൊക്കെ വലുപ്പമുള്ള 3 ഇഞ്ചിലധികം വരും. കണ്ടോ വലുപ്പമുള്ള സാധനങ്ങളാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ പുഴുക്കളുണ്ടോ? ഇതാണ് നമ്മളെ മരുന്നുകൾ അടിക്കുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഓല് പോകും. അപ്പോൾ ആ മരുന്നുകൾ ഇതിലിടക്കിടക്ക് ഇങ്ങനെ പ്രയോഗിക്കണം. അപ്പോൾ കണ്ടത് കണ്ടോ ഇതുണ്ടോ നമ്മളെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ ഇതാശെന്നാ പൊട്ടിച്ചോ. ഇതാശ് വേറെ പൊട്ടിക്കാം. നമുക്ക് കൈപ്പൊക്കെ പൊട്ടിക്കാം. നമ്മുടെ അതൊക്കെ ഓക്കെ പൊട്ടിക്കാം. തുന്നലൊക്കെ പിന്നെ കണ്ടമ്മ കായ്ച്ചയുടെ ശല്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മുതലൊക്കെ നാശമായി പോകും. വേണ്ട അതായിട്ടില്ല. പകുതി നമ്മളെ മുതൽ പോയിക്കാണ്. അപ്പൊ ഇത് ഞാന് പൊട്ടിക്കാതെ ഞങ്ങളത് വെച്ച തന്നെയാണ്. കാരണം അതൊന്ന് ആവണത്തോണ്ട് ഓല ഏതായാലും കഴിച്ചില്ല. എന്നപോലെ ഓലാണ് കഴിക്കട്ടെ എന്ന് വെച്ചു. കണ്ടോ? അപ്പൊ എന്തായാലും ഇതെന്തായാലും കളയാണ്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തും കേട്ടോ. കണ്ടോ കൈപ്പക്കയാണ് പച്ചക്ക് തിന്നണേ. ടീച്ചറിപ്പോ നമ്മള് പല പ്രാവശ്യമായിട്ട് പൊട്ടിക്കണോ. നമ്മൾക്കിത് ആകെ കണ്ടോ 3 തെയ്യാള്. ഈ 3 തെയ്യന്ന് നമ്മള് എത്ര എണ്ണം പീച്ചിന് നമ്മള് വിളവെടുത്തുക്കണോന്ന് അറിയാം. അപ്പൊ നമ്മള് ഇനി നമ്മൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണ്ട്. ഇതാ ഉണ്ടായിക്കണു. പിന്നെതാ എടുത്തു കത്രിക ഒന്ന് എടുത്തു. ക്യാമറ കത്രിക എടുത്തു. മറ്റേ ആ പാത്രം ഇത് നമ്മളെ
ഹിതാഷിന്റെ പയറാട്ടത് വിളവെടുക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മള് കുറച്ച് വിളവെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല മീറ്റർ പയറാണ് ഹിതാഷിന്റെ അത്ര വലുപ്പം. നല്ല അടിപൊളി മീറ്റർ പയറാണ്. പാടത്തേക്കോ? അതെ, അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. വെള്ളത്തില് ഇറക്കിയിട്ട് പാടത്തെ വെള്ളത്തിൽ ഇറക്കിയിട്ടേ ഇതാ കാണിച്ചു കൊടുത്താ. ഈ സാധനം കഴുകാത്തതിന്റെ പേരിലാണ് ഇതാ ഈ മുഖം ഇങ്ങനെ ഇരിക്കണത്. സുന്ദരി മുഖമൊക്കെ എടുത്തൊന്ന് പിടിച്ചു നോക്കിയട്ടെ. കണ്ടോ, അവന്റെ കൈ സ്വന്തം തന്നെ അല്ല. അപ്പൊ ഞങ്ങളെ വെള്ളരി ഉണ്ടോ? വെള്ളരി നമ്മളിത് മയില് കൊത്തണം കേട്ടോ. മയില് ഇതൊക്കെ മയില് കൊത്തി തൂഫാനാക്കിക്കണു. എന്താ കിട്ടുന്ന ചോല അതൊക്കെ എടുക്കാണ്. അപ്പൊ ഇനി എന്തായാലും നമ്മളത് നിർത്തിയിട്ട് കാര്യമില്ല, ഞങ്ങളത് പൊട്ടിക്കാന്ന് വെച്ചു. എന്നിട്ട് ഇതാശിന്റെ തലയേക്കാണ് കൊടുത്താലോ? അല്ലെ കൈ കണ്ടോ? എടാ ഞാൻ കഴുകി തരാടാ 10 മണിയാ എന്റെ തലയിൽ. അപ്പൊ ഇനി ഞങ്ങൾ ഇതിന്നിപ്പോ ആദ്യം വിളവെടുക്കണതിന്റെ വീഡിയോസ് വിട്ടായിരുന്നു. ഇനി ഞങ്ങള് നമ്മളെ ഹിതമോളാണ് ഇതില് ആദ്യം പൊട്ടിച്ചത്. നമ്മളിത് അയാനാണ് കേട്ടോ. അയാന് വെള്ളരി നമുക്ക് അത്ര ക്വാളിറ്റിയിൽ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇത് നമ്മള് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരും. ചിലതൊക്കെ ഞങ്ങൾക്ക് വാടി പോയിക്കണം. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാന്ന് വെച്ചു. ഇത് നല്ല പാകാണ്. ഇപ്പൊ പൊട്ടിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. സംഭവം എല്ലാതും പാടെ ആകുമ്പോ നമുക്ക് പറ്റണ നല്ല പാടാണേലും. കേടൊന്നും പോകുന്നില്ല. പൊട്ടിച്ചു വെക്കണോ? ഇതെന്താണ്? ഒക്കെ നല്ല പൊട്ടാ. അപ്പൊ തൊട്ടാ നമ്മളെ വീട്ടിലെ ചെറിയ ചെറിയ വിളവുകളാണ് കേട്ടോ എടുക്കണത്. ഇതാണ്ടോ, ഇതിപ്പോ ഇന്നലത്തെ കുറച്ച് പൊട്ടിച്ച പയറുണ്ട്. പിന്നെ നമ്മളെ വെള്ളരി ഇതിപ്പോ രണ്ടാമത്തെ വിളവെടുത്തതാണ്. വെണ്ട ഇപ്പൊ 2, 3, 4, 5-ാമത്തെ പ്രാവശ്യത്തെ വിളവാണ്. ഇതാ പാവല് ഇത് 3-ാമത്തെ പ്രാവശ്യത്തെ വിളവാണ്. ഇതാശത്ത് 1-ാമത്തെ വിളവാണ്. കോവല് ഒന്നും പറയണ്ട, ഒരുപാട് പ്രാവശ്യം എടുത്തുക്കണോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ സമയത്തും നമ്മള് പീച്ചലോ ചെമ്പട്ടി 5-ാമത്തെയാണ്. പീച്ചല് താഴത്ത് പീച്ചലുണ്ട്. അത് നമ്മളിപ്പോ താഴത്ത് വെച്ചതാ. അതിനിപ്പോ നമ്മളെ ആന്ധ്ര ഓടിപ്പോയിട്ട് എടുത്തോല്ലോ. അതെ, എന്നാലും അവനെ ഓടിപ്പോയിട്ടുണ്ട്. ഓടി വാ. 10 വണ്ടിയും 3 പീച്ചലും 3 പാവലും അതേപോലെ ഒരു 15 പയറിൻ്റെ തെയ്യും ഒരു 5 വെള്ളരിയുടെ തെയ്യും ഒരു 10-15 14 താറാവ് നാടൻ താറാവ്
അടുത്ത നമ്മൾ വിളവൊക്കെ വിൽപ്പന നടത്തിയതിന് ശേഷമുള്ള ചെറിയൊരു വിളവ് കേട്ടോ ഇത്. ഒരു മൂട് കോവലിൻ്റെ ഇതുണ്ട് ഇതിൻ്റെ അടിയിൽ. കോവൽ അങ്ങനെ ചെറിയ ചെറിയ കൃഷികൾ. എണ്ണം കുറക്കുക, വിളവുകൾ കൂടുതലാക്കുക. എണ്ണം കുറക്കുക, സമയം കുറക്കുക, പണികൾ കുറക്കുക, വിളവുകൾ കൂടുതലാക്കുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാലും ചെയ്യുന്നതിൽ നമുക്ക് എന്തായാലും വിളവ് കൂടുതൽ കിട്ടിക്കൊള്ളണം.